Hello friends, Technique in Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റിയൽമിൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ റിയൽമി 5S ആണ്. അപ്പോൾ റിയൽമി 5Sന് റിയൽമി 5 ആയിട്ട് വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. മേജറായി ചേഞ്ച് വരുന്നത് അതിൻ്റെ പ്രൈമറി ക്യാമറയിലാണ്. അതിൽ ആദ്യം ഒരു 16 മെഗാ പിക്സൽ ക്യാമറയായിരുന്നു, ഇപ്പോൾ 48 മെഗാ പിക്സൽ സാംസങ്സ് GM1 സെൻസറാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഒരു മേജർ ഡിഫറൻസ് റിയൽമി 5ഉം 5Sഉം. അപ്പോൾ 48 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ പവർ ഹൗസ് എന്നാണ് ഇതിന് പറയുന്നത്. 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും സ്നാപ്ഡ്രാഗൺ 665 ചിപ്സെറ്റുമാണ് വരുന്നത്. ഇതിനകത്തൊരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്, 6.5 ഇഞ്ചസ് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഗോറില്ല ഗ്ലാസ് 3 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ Android 9 Pieയും കളർ OS ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് റിയൽമി 5S. നമ്മളിത് ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് റെഡ് കളറാണ്. ഇൻഫാക്റ്റ് കളറിൻ്റെ പേര് ക്രിസ്റ്റൽ റെഡ് എന്ന് പറഞ്ഞ കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 999 ആണ് പ്രൈസിങ്. ഇതിനകത്ത് 4GB റാമും 128GB സ്റ്റോറേജുമാണ് നമ്മുടെ കയ്യിലുള്ള വേരിയൻറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയൻ്റെ പ്രൈസാണ് ഞാൻ പറഞ്ഞത് 999. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് തുടങ്ങാം. റിയൽമി 5S ആണ് നമ്മൾ തുറക്കുന്നത്. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ആദ്യം ഒരു ചെറിയ ബോക്സ് കാണാം. ബോക്സിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോക്സ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഒരു കേസാണ്, ഒരു സ്റ്റാൻഡേർഡ് TPU കേസാണ്. നമ്മളെല്ലാ ഫോണിലും കാണുന്ന പോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് TPU കേസാണ്. ക്യാമറയ്ക്കുള്ളൊരു കട്ടെല്ലാം കൊടുത്തിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറും എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് TPU കേസാണ് വരുന്നത്. പിന്നെ ഒരു മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ്. അപ്പോൾ സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയവർക്ക് സാർ വാല്യൂ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 1.18 ആണ് ഇന്ത്യ സാർ വാല്യൂ. ഹെഡ് 0.631 ആണ് ബോഡി സാർ. അപ്പോൾ സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയവർക്ക് അത് കാണാം. പിന്നെ ഇതിനകത്ത് വരുന്നത് ട്രിപ്പിൾ സ്ലോട്ടാണ്, അതായത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും ഇൻക്ലൂഡഡ് ആണ്. അതും ഒരു നല്ല ഫീച്ചറായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇതിനകത്ത് Android 9 Pie ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബോക്സിനകത്ത് വരുന്നത് ഫോണാണ്. അപ്പോൾ നമുക്ക് ഫോണൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് റിയൽമി 5S 48 മെഗാ പിക്സൽ ക്വാഡ് പിക്സൽ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഇതാണ് റെഡ് വേരിയൻറ്റ്, ക്രിസ്റ്റൽ റെഡ്. അപ്പോൾ ഒരു പാറ്റേൺ കാണാം, നിങ്ങൾക്ക് ഒരു ബാക്ക് പാനലിൽ ഒരു പാറ്റേൺ കാണാം. ലൈറ്റ് ഫോളിങ് ചെയ്യുമ്പോഴാണ് അത് ആക്ച്വലി വരുന്നത്. ഒരു ഇൻബിൽഡ് പാറ്റേൺ ആണ് വരുന്നത് ബാക്ക് പാനലിൽ. അപ്പോൾ അതാണ് ക്രിസ്റ്റൽ റെഡ് വേരിയൻറ്റ്. റിയൽമി ബ്രാൻഡിങ് ആണ്. ക്വാഡ് പിക്സൽ ക്യാമറയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് 4 ക്യാമറയാണ്. പ്രൈമറി ക്യാമറ എന്ന് പറഞ്ഞാൽ 48 മെഗാ പിക്സൽ ക്യാമറയാണ്. സെക്കൻഡറി 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സൽ ഡെഡിക്കേറ്റഡ് മാക്രോ ക്യാമറയും 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറയാണെങ്കിൽ ഒരു 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ 2.0 അപ്പർച്ചറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ വോളിയം കീയും സിം ട്രെയിൻ കാണുന്നത്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ കാണാം. ടോപ്പ് പാനൽ ഓപ്പണിംഗ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ബോട്ടം സെക്ഷനിൽ നമുക്ക് കാണാവുന്നത് മൈക്രോ USB ചാർജിങ് സ്ലോട്ട്, 3.5mm ഓഡിയോ ജാക്കും സ്പീക്കർ യൂണിറ്റോട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഹാർഡ്വെയർ ആസ്പെക്ട്സ് പറയുന്നത്. നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യുന്നതിന് ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും കൂടി നോക്കാം. ഒരു അഡാപ്റ്ററാണ് വരുന്നത്, ഒരു സ്റ്റാൻഡേർഡ് അഡാപ്റ്ററാണ്. 10 വാട്ട് ചാർജിങ് ഉള്ള 5 വോൾട്ട് ടു ആംപിയർ 10 വാട്ട് ചാർജിങ് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് അഡാപ്റ്ററാണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് അല്ല, ബേസിക് ചാർജിങ്ങേ ഉള്ളൂ. പിന്നെ ഒരു മൈക്രോ USB ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കളർ OS വരുന്നത്. Android 9 Pie ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബേസിക്കായി വരുന്ന ഫീച്ചേഴ്സൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കളർ OSൻ്റെ നമുക്കറിയാം ഒരുപാട് അഡീഷണൽ ആപ്സ് ഇൻസ്റ്റാൾഡ് ആണ്. പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് ഒരുപാട് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ സെറ്റിംഗ്സ് പാനലിൽ നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് അഡീഷണൽ ഓപ്ഷൻസ് എന്ന് പറയാവുന്നത് സ്മാർട്ട് സർവീസസ്, കൺവീനിയൻസ് എയ്ഡ്, അങ്ങനത്തെ ജസ്റ്റേഴ്സ്, മോഷൻ ആൻഡ് ജസ്റ്റർ സപ്പോർട്ട് ചെയ്യുന്ന സ്മാർട്ട് സൈഡ് ബാർ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. കസ്റ്റമൈസേഷന് തീം സപ്പോർട്ട് ഉണ്ട്. ലോക്ക് സ്ക്രീൻ ആൻഡ് മാഗസിൻ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ നോക്കാം. ഇതിനകത്ത് വരുന്നത് 48 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറയാണ്. അപ്പോൾ നമുക്ക് ക്യാമറ UI ഓപ്പൺ ചെയ്താൽ ടിപ്പിക്കൽ ക്യാമറ ഇൻ്റർഫേസ് ആണെന്ന് നമുക്ക് പറയാം തീർച്ചയായിട്ടും. അപ്പോൾ വീഡിയോ മോഡ്, പോർട്രേറ്റ് മോഡ്, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. HDR മോഡും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നൈറ്റ് മോഡും ഇതിനകത്ത് അവൈലബിൾ ആണ്. അൾട്രാ 48 മെഗാ പിക്സൽ ക്യാമറ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ക്യാമറയിൽ UI വരുന്ന ഓപ്ഷൻസ്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് റിയൽമി 5S എടുത്ത ക്യാമറ സാമ്പിൾസ്. ഡീറ്റെയിൽ ആയി ക്യാമറ റിവ്യൂ നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. പിന്നെ ഈ ഡിവൈസിൽ വരുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 2 days ഒക്കെ ലാസ്റ്റ് ചെയ്യും, ഈസിലി ലാസ്റ്റ് ചെയ്യുമെന്ന് പറയാം.
പക്ഷേ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇല്ല, കാരണം വിവോൻ്റെ U20 റെഡ്മീൻ്റെ നോട്ട് 8ലും ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. ഇവിടെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഒന്നും തന്നെ ഇൻക്ലൂഡഡ് അല്ല. അതുകൂടാണ്ട് തന്നെ ഇതിന് USB Type-C ഇൻക്ലൂഡഡ് അല്ല. റെഡ്മി നോട്ട് 8ൽ USB Type-C ആണ് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് റിയൽമി 5Sൻ്റെ ഡീറ്റെയിൽഡ് ആസ്പെക്ട്സ്. ഇതിന് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 665 ചിപ്സെറ്റാണ്. 665 നമ്മുടെ നോട്ട് 8ലും Mi A3ൽ കണ്ട അതേ പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. 4 GB റാമാണ് നമ്മുടെ കയ്യിലുള്ള വേരിയൻറ്റിൽ വരുന്നത്. 120 GB സ്റ്റോറേജുമാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു റിയൽമി 5Sൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. Have a great day.